ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞായറാഴ്ച. ഇന്നത്തെ ദിവസത്തെ കുറച്ച് സമയം നമുക്ക് കാണാം. ഇപ്പം രാവിലെ മുറ്റം തൂക്കാൻ ഇറങ്ങിയപ്പോൾ കുറച്ച് കാന്താരി കണ്ടു. അത് പറിച്ചെടുക്കാം, അല്ലെങ്കിൽ കാക്കയൊക്കെ കുത്തി കൊണ്ടുപോകും. വല്ലപ്പോഴേ കുറച്ച് കാന്താരി കിട്ടിയിട്ടുള്ളൂ. മുറ്റം നിറയെ ചപ്പാണ്. അത് എന്താ പറയുക, 2 ദിവസമായി മഴയായതുകൊണ്ട് തൂത്തില്ല. അതുകൊണ്ട് ഇന്നിറങ്ങി തൂക്കാമെന്ന് വിചാരിച്ചു. അത് തൂത്ത് കാന്താരിയൊക്കെ പറിച്ച് കയറി വരാമെന്ന് വിചാരിച്ചു. ഒത്തിരി ഇതെല്ലാം കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് തൂക്കാൻ ഇത്തിരി താമസം എടുക്കും. പിന്നെ രാവിലെ അത്യാവശ്യം രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. കാപ്പിയൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഇറങ്ങി തൂക്കാൻ ഇറങ്ങി. പിന്നെ ഇനി ചെന്നിട്ട് ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ കൂട്ടാനൊക്കെ വെക്കണം. പിന്നെ ഉച്ചയ്ക്ക് വരെയുള്ള പരിപാടിയൊക്കെ നോക്കണം. നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചോ? അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കോവയ്ക്ക മെഴുക്കുവരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കോവയ്ക്ക അരിഞ്ഞു, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾ, കുറച്ച് മുളക് പൊടി, ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച്. ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നോൺ സ്റ്റിക്കിനകത്ത് ആകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മതിയല്ലോ. മറ്റേ അലുമിനിയം ഒക്കെ ആകുമ്പോൾ ഒത്തിരി വെളിച്ചെണ്ണ വേണ്ടി വരും. ഇതാകുമ്പോൾ കുറച്ച് മതി. ഞാനിങ്ങനെയാണ് വെക്കുന്നത്. നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണോ വെക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇതിൽ തന്നെ കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കും. അതിനുശേഷം പിന്നെ ഇളക്കിയിട്ട് മൂപ്പായി കഴിയുമ്പോൾ എടുക്കും. അങ്ങനെ കോവയ്ക്ക മെഴുക്കുവരട്ടി റെഡിയായി. മോര് കറി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മീനൂടെ വറക്കാം. അച്ചാറിരിപ്പുണ്ട്. ഞായറാഴ്ചയല്ലേ, ഞാനും കുഞ്ഞുമേ ഉള്ളൂ. അപ്പോൾ ഈസി ആയിട്ട് എടുക്കാമല്ലോ. അധികം ആളും പേരൊന്നും ഇല്ലാത്തതുകൊണ്ട് കൂട്ടാനും അധികം വേണ്ട, നമുക്കിതൊക്കെ മതി. അവർക്ക് മീൻ നിർബന്ധമാണ്, എനിക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല. പിന്നെ മീനും വറുത്തു. പിന്നെ ചോറ് കഴിക്കാം, ഉച്ചയ്ക്കല്ലേ. അപ്പോഴത്തേക്ക് സമയം ഒരു 2 മണിയൊക്കെ ആയി. കുറച്ച് ചോറ്, ഇത്തിരി ഒരു മീൻ, ഇത്തിരി മെഴുക്കുവരട്ടി, അച്ചാർ, മോര് കറി. ഇന്നത്തെ ഉച്ചയൂണ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പറയണം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ. ആർക്കും മുടക്കൊന്നും ഇല്ലല്ലോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ അധികം താമസമില്ലാതെ തന്നെ ഇടണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റാ.